കേരള സർവകലാശാലയിൽ അകത്തും പുറത്തും സംഘർഷം. AASF, DYFI, AIYF മാർച്ചുകൾ അക്രമാസക്തം. ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. VCയെ വെല്ലുവിളിച്ച് രജിസ്ട്രാർ KS അനിൽകുമാർ ഓഫീസിലെത്തി. തടയണമെന്ന VCയുടെ നിർദ്ദേശം നടപ്പായില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് അനിൽകുമാർ. കോൺഗ്രസിനെ വെട്ടിലാക്കി വീണ്ടും ശശി തരൂർ. അടിയന്തരാവസ്ഥ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടമെന്നും സഞ്ജയ് ഗാന്ധി നടത്തിയത് കൊടും ക്രൂരതയെന്നും വിമർശനം. അഭിപ്രായം ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് VD സതീശൻ. തരൂർ ഏതു പാർട്ടിയിലാണെന്ന് ആദ്യം അദ്ദേഹം തീരുമാനിക്കട്ടെ എന്ന് K മുരളീധരൻ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. മകന് സർക്കാർ ജോലി നൽകും. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായി സുപ്രീം കോടതിയിൽ ഹർജി. കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. ഹർജിയിൽ തിങ്കളാഴ്ച വാദം കേൾക്കും. MSC കപ്പലപകടത്തിൽ നഷ്ടപരിഹാരമായി സർക്കാർ ആവശ്യപ്പെട്ട 9,531 കോടി രൂപ ഭീമമായ തുകയെന്ന് കപ്പൽ കമ്പനി ഹൈക്കോടതിയിൽ. സ്വീകാര്യമായ തുക അറിയിക്കാൻ കോടതി നിർദ്ദേശം. ഇന്ത്യ ഇംഗ്ലണ്ട് 3-ാം ടെസ്റ്റിന് ഇന്ന് ലോർഡ്സിൽ തുടക്കം. ബുംറ കളിക്കും. ഇംഗ്ലണ്ടിന്റെ ജോഷ് ടങ്ങിന് പകരം ജോഫ്ര ആർച്ചർ ഉൾപ്പെടുത്തി. ടോസ് നേടുന്നവർ ബൌളിംഗ് തെരഞ്ഞെടുക്കാൻ സാധ്യത.